ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചെന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. അവൻ അയച്ചു കൊടുത്ത ഞാൻ നിങ്ങളത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തും വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെ പറ്റിക്കുന്നു, അവനെ തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവില്ല. ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനൽ ആരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ഒരുപാട് ആളുകളെടുത്ത് CWCക്ക് പരാതിയായിട്ട് മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം ഞാനത് പബ്ലിഷ് ചെയ്തെന്ന്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞാൽ മതി. ഓക്കെ, പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരിക്കൽ കൂടി സജനത്ത ആൻഡ് കമ്പനി, സജനത്ത പൂക്കുറ്റി ആ ഒരു യൂണിവേഴ്സിൽപ്പെട്ട ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ഏറെ ദുഃഖകരമായ ഞെട്ടലുളവാക്കുന്ന ചില അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഈ ഒരു സംഭവം, അതായത് സജന പൂക്കുറ്റി ഈ ഒരു യൂണിവേഴ്സ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കാം. നിരവധി കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, നിരവധി ആളുകൾ അനാഥരായിരിക്കുന്നു, വിധവകളായിരിക്കുന്നു. അതായത് 7ഓളം കുടുംബങ്ങൾ ഇതിനോടകം തന്നെ തകർന്നിരിക്കുന്നു. ഫിറോസ് ഖാൻ എന്ന് പറയുന്ന പഹേന്റെ കാര്യം ആദ്യം എടുക്കുകയാണെങ്കിൽ ഓനൊരു പരിപാടി സൂര്യ ടിവിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിയിൽ നിന്നും ഓൻ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഓനെ പുറത്താക്കിയിരിക്കുന്നു, അറിയില്ല. ഓൻ ആ പരിപാടിയിൽ ഇപ്പോൾ ഇല്ല. സജനാത്തയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സജനാത്തെ ഇനിയൊരു സീരിയലിലേക്ക് ആരെങ്കിലും വിളിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മാത്രമല്ല സജനത്തെയുമായിട്ട് ആരെങ്കിലും ഇനി ഒരു ലവ് കോംബോയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. പ്രൊട്ടക്ഷൻ ഇടാത്തൊരു പഹത്തിയാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ആരെങ്കിലും അത്തരം ഒരു അറ്റന്റിന് തയ്യാറാവുമെന്ന് ഏറെ സംശയമാണ്. ഇനി പൂക്കുട്ടിക്കയിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? അതേ ഇക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇക്ക ഒരു സ്റ്റാറ്റസ് അല്ല, ഇക്കയുടെ ഒരു ചാറ്റ് പുറത്തു വന്നിരിക്കുന്നു. അതായത് അവൾ വീട്ടിലേക്ക് വരാൻ നിൽക്കുവാണ്. ഷാദി ഈസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ഷീ സെഡ് ഷീ വിൽ കിൽ ദ കിഡ്സ് ആൻഡ് ഡൈ. അതെ, കുട്ടികളെ ഇല്ലാതാക്കി താനും ജീവിതം അവസാനിപ്പിക്കുമെന്ന് പൂക്കുട്ടിക്കയുടെ വൈഫ് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു സീനാണ് അവിടെ നടക്കുന്നത്. ഓരോ ഓസ്കാർ ജേതാവിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇത് മാത്രമല്ല, മറ്റു ചില കുടുംബങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് തകർന്നിരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് പോകാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏറെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട, പഠിക്കേണ്ടുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. അത്രയും അധികം പ്രാധാന്യമുള്ള, ഇന്ന് സമൂഹത്തിൽ പ്രാധാന്യമുള്ള ഒരു സബ്ജക്ട് തന്നെയാണിത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്കിൽ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ആയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഈ വിഷയം ഒരുപാട് ആളുകളെടുത്ത് CWCക്ക് പരാതിയായിട്ട് മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം ഞാനത് പബ്ലിഷ് ചെയ്തെന്ന്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ. നല്ല കാര്യമായിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. അതായത് സജനത്തയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി. സജനത്ത തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഫിറോസ് എന്ന് പറയുന്ന ഒരു പഹയനെതിരെ കൊണ്ടുവന്ന ആ ഒരു സംഗതി, ആ ഒരു വോയിസാണ് സജനത്ത താത്തയ്ക്ക് കൈമാറിയത്. അതായത് താത്തയാണ് ആ ഒരു വോയിസ് പേരടക്കം പുറത്തുവിട്ടതെന്നാണ് പലരുടെയും കമന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സജനത്ത കാണിച്ച ഒരു അവിവേകം, അതിന്റെ പേരിൽ CWC സജനത്തയ്ക്കെതിരെ, അതായത് ഈ ഒരു സംഭവം കളക്ട് ചെയ്ത് പുറത്താക്കിയ ആൾക്കെതിരെയാണ് കേസ് വരിക. ഇത് പുറത്ത് വിട്ടവർക്കെതിരെ കേസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഉറപ്പായും സജനത്തയ്ക്കെതിരെ കേസ് വരികയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ സജനത്ത ജയിലിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഗർഭിണിയായ ഈ ഒരു യുവതിക്ക് ഏറെ ദുഃഖകരമായ ഒരവസ്ഥയായിരിക്കാം ജയിലറയിൽ അനുഭവിക്കേണ്ടി വരിക. ഒരാൾക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ കാലം ഒരു ദിവസം സജന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും.
ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. ഒന്നാലോചിച്ച് നോക്കുക, ഓളെ ആ ഒരു കോൺഫിഡൻസ്. അതായത് സജനത്തെയാണ് ഏറ്റവും നല്ല വ്യക്തി. സജനത്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പളുങ്ക് പോലെയുള്ള ഒരു പെൺകുട്ടിയാണ് സജനത്ത് എന്ന് ആളുകൾ പറയുന്ന ഒരു കാലം വരുമെന്നാണ് ഓള് പറയുന്നത്. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണ്? കേവലം 30 റുപ്യ കളയാനില്ലാത്തതിന്റെ പേരിൽ, കേവലം ഒരു നേരത്തെ പൊട്ടഷൻ ഇടാത്തതിന്റെ പേരിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. അതിനെ തുടർന്നാണ് ഇത്രയും അധികം കുടുംബങ്ങൾ തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് ഓള് ഗർഭിണിയാണെന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം വരികയും അതിനെ തുടർന്ന് പൂക്കുറ്റിക്ക് ഇതുപോലെ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന രീതിയിൽ കുറച്ച് പൈസ ആവശ്യപ്പെടുകയും അത് 30 ലക്ഷമാവുന്നു, 40 ലക്ഷമാവുന്നു, ഡയമണ്ട് ആവുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ പൂക്കുറ്റിക്ക തനിക്കുണ്ടായ ആ ഒരു ദുരവസ്ഥ, താൻ ഹണി ട്രാപ്പിൽ പെട്ടുവെന്ന് മനസ്സിലാക്കിയ പൂക്കുട്ടിക്ക ദിയാസനെ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സത്യം തുറന്നു പറയുന്നു. ആ ഒരു സത്യം ദിയാസനെ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ റോഷിനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഫിറോസിനെ അറിയിക്കുന്നു. അതായത് ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ തന്റെ ഭാര്യ മറ്റൊരു പഹയന്റെ ഒപ്പരം, അതായത് പൂക്കുട്ടിക്കൊപ്പരം ഒളിച്ചോടിയതിൽ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലിരിക്കുന്ന, ഓനിക്കൊരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു സംഭവങ്ങൾ കിട്ടുന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് ഉണ്ടായത്? ഈ ഒരു യൂണിവേഴ്സിലെ സകലരുടെയും അഭിഹിത കഥകൾ പുറത്തു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. മേരിയുടെ കാര്യം, ആൻമേരി പറഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എൻ്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചെൻ്റെ കഥ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യൻ്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്ത, ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മോടുക്കും കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തും വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവൻ്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച്, ആ കുടുംബം പോയി നശിപ്പിച്ചതിൻ്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങളില്ല മോളെ. ഞാൻ പോലെ അല്ല, അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാണ്, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ആൻമരി എന്ന് പറയുന്ന ആ ഒരു താരത്തിന്റെ അവസ്ഥ, താരത്തിന്റെ ഭർത്താവിന്റെ അവസ്ഥ ഏറെ ദുഃഖകരമായ അവസ്ഥയായിരിക്കും. അതായത് താൻ ഏറെ സ്നേഹിച്ച തന്റെ ഭാര്യ 1.5 വർഷത്തിനുള്ളിൽ 5 പഹയന്മാരുടെ കൂടെ കഴിഞ്ഞു എന്നാണ് സജനത്തെ വെളിപ്പെടുത്തുന്നത്. അതായത് 40,000 ഉറുപ്പ്യ മേടിച്ചിട്ട് തന്റെ കാണാൻ പാടില്ലാത്ത കണ്ടാലറയ്ക്കുന്ന ഫോട്ടോസ് അയച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. 40,000 ഉറുപ്പ്യക്കൊക്കെ ഈ ഫോട്ടോ മേടിക്കാൻ മാത്രം ഈ ഒരു പഹയന് വല്ലാത്ത ജാതി ഹിമാറുകൾ തന്നെ. എനിവേ, ആൻമരി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെയും മകളുടെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഓള കുടുംബവും ഏറെക്കുറെ തകർന്ന അവസ്ഥയിലാണ്. ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത്, എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനൽ ആരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ്, 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാണ് പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കുക, സജനത്തെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ഒരു അവിവേകം, അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം സജനത്തെ തന്നെ CWCയുടെ കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് സ്വന്തം ഭർത്താവ് തനിക്ക് നഷ്ടമായെന്ന് മാത്രമല്ല, താൻ ഏറെ ഇഷ്ടപ്പെട്ട, ദൈവത്തെ പോലെ കണ്ട, തന്റെ വാപ്പയെ പോലെ കണ്ട, ഇളയപ്പയെ പോലെ കണ്ട, കൊച്ചാപ്പയെ പോലെ, ഉമ്മുമ്മയെ പോലെയൊക്കെ കണ്ട പൂക്കുട്ടിക്കയും തനിക്ക് നഷ്ടമായി ഏറ്റവും ഒടുവിൽ ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടാവുന്നു. ദിയാസനയുടെ അവസ്ഥയും മറച്ചല്ല. ദിയാസനയെ നെഞ്ചിലേറ്റിയ ചിലരെങ്കിലും ദിയാസനയെ സംശയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ ദിയാസനയ്ക്ക് ഇപ്പോഴും വലിയ സപ്പോർട്ട്, സജനത്തക്കെതിരെ നിൽക്കുന്ന ആളുകളുടെ വലിയ സപ്പോർട്ടുകൾക്കുണ്ട്. എന്നാൽ പോലും ഓളൻ നെഞ്ചിലേറ്റിയ ചിലരെങ്കിലും വേദനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതായത് ഏറെക്കുറെ 7ഓളം കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, 4ഓളം ആളുകൾ വിധവകളായിരിക്കുന്നു, 2-3 ആളുകൾക്കെങ്കിലും സ്വന്തം വാപ്പ
ഉറപ്പേ നഷ്ടമായിരിക്കുന്നു. അതേ, ഇതൊരു ദേശീയ ദുരന്തമായെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. കാരണം എനിക്ക് എൻ്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം, ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പം എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളും എൻ്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എൻ്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിൻ്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഭയങ്കര വലിയൊരു തലയിലാണ് തല വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ദിയാസന, നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ എന്റെ മനസ്സിന്റെ കണ്ണ് സമ്മതിക്കുന്നില്ലല്ലോ. അത് തന്നെയാണ് വേണ്ടത്. 17ഓളം ടെസ്റ്റുകൾ, HIV ഉൾപ്പെടെയുള്ള ലൈംഗിക രോഗങ്ങൾ അടക്കമുള്ള, അതുപോലെ തന്നെ MDMA അടക്കമുള്ള കഞ്ചാവുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, എല്ലാത്തരം ടെസ്റ്റുകളും ഈ യൂണിവേഴ്സിലെ എല്ലാവരും പൂക്കുട്ടിക്ക ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത റിസൾട്ട് കാണിച്ചിട്ട് എല്ലാവരും കളം വിട്ടാൽ മതി എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതായത് ഇത്തരം ടെസ്റ്റുകൾ ഇവർ നടത്താൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് നിരവധി കഥാപാത്രങ്ങൾ ഈ ഷോർട്ട് ഫിലിമിൽ വന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. പേര് പറയാൻ ഇപ്പോഴും മടിക്കുന്ന, പേര് പറയാത്ത ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ, സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള പഹയന്മാർ ഈ ഷോർട്ട് ഫിലിമിൽ പല കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നു. ഒരുപക്ഷെ അവരൊക്കെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലായ്മയുടെ പേരിൽ ഏറെ ഞെട്ടലോടെ ഭയത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ടെസ്റ്റുകളുടെ ആവശ്യകത വളരെ വലുത് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ CWCയുടെ കേസിൽ സജനത്തെ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ഈ ഒരു താരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അകത്തു പോകുന്ന ഏറെ സങ്കടകരമായ ആ ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരുമോ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. എന്റെ സ്നേഹമാണ് സജനാ നീ.